പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്ക് പിന്നാലെ ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ച് പാക് പ്രധാനമന്ത്രി. ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനങ്ങൾക്കുള്ള പ്രതികരണം നാളെയുണ്ടാകും. അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കുന്ന സർവകക്ഷി യോഗവും നാളെ നടക്കും. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർജുൻ, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി കൃത്യമായ കടുത്ത നടപടികൾ, തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരു യോഗം വിളിക്കുകയാണ് പാക് പ്രധാനമന്ത്രി. ഇതിൽ എന്തൊക്കെ പ്രതികരണമായിരിക്കാം പ്രതീക്ഷിക്കുന്നത്? ഒപ്പം നാളത്തെ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കുന്ന സർവകക്ഷി യോഗം, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് മീതെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് നിലവിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഈ കാര്യമായിരിക്കും, ഈ പ്രതികരണമായിരിക്കും നാളെ എന്തായാലും ഈ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം പാകിസ്ഥാൻ വ്യക്തമാക്കാൻ പോകുന്നത്. നാളെ രാവിലെയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ ഒരു സുരക്ഷാ സമിതി യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യ ഈ നിലവിൽ പാകിസ്ഥാന് മീതെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ ചർച്ച ചെയ്യാനും മറ്റ് കാര്യങ്ങൾ വിലയിരുത്താനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം പാകിസ്ഥാന്റെ മറുപടിയാണ് ഉണ്ടാവുക. നേരത്തെ ഈ ഭീകരാക്രമണത്തിൽ പങ്കില്ല, അത് ഇന്ത്യ തന്നെ നടത്തിയ ഒരു ആക്രമണമാണ് എന്നുള്ളൊരു വാദം ഉന്നയിച്ച് പാകിസ്ഥാൻ വന്നിരുന്നു. നാളെ എന്തായിരിക്കും പാകിസ്ഥാന്റെ പ്രതികരണം എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് സർവകക്ഷി യോഗം നമ്മുടെ രാജ്യത്ത് ചേരുന്നത്. അതിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രി എന്തായാലും ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനൊപ്പം ഈ ആക്രമണത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്നുള്ള കാര്യം, ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നാളെ സർവകക്ഷി യോഗത്തിലും ചർച്ചയാവുക. ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ പുറത്തറിയിക്കും. ശരി.